കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ മൃദുലമായ ഒരു സ്കിന്നായിരിക്കും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും. നമുക്ക് നേരിട്ട് ആ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സെൻസിറ്റീവ് സ്കിന്നാണ് നമുക്ക് അറിയാനേ സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു സ്കിന്നായിരിക്കും സെൻസിറ്റീവ് സ്കിന്ന്. പക്ഷേ അവർക്ക് ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചൂടും തണുപ്പും, ചൂടാണെങ്കിൽ ഒട്ടുമേ പറ്റില്ല. നമ്മൾ പുറത്തൊക്കെ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും നമ്മുടെ ഫേസിന്, അത് അനുഭവപ്പെടും. അതുപോലെ തന്നെ തണുപ്പ് വരുമ്പോഴും സ്കിന്നെല്ലാം ഡ്രൈ ആവുകയും ചുണ്ടെല്ലാം പൊട്ടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കുവേ. ഈ സെൻസിറ്റീവ് സ്കിന്ന് നമ്മുടെ സ്കിൻ ഏത് സ്കിന്നാണെന്ന് നമുക്കൊരു കോൺഷ്യസ് ഉണ്ടാവണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖം പെട്ടെന്ന് ചൊറിഞ്ഞ് തടിക്കും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ സ്കിന്നിലാണെങ്കിൽ ബ്ലീച്ച്, കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ പാർലറിൽ ഇപ്പം ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് പോവുകയാണെങ്കിൽ ത്രെഡ് ചെയ്ത് കഴിയുമ്പം ചുമന്ന് ഇങ്ങനെ തടിച്ച് നിൽക്കും ഈ നമ്മുടെ ഐബ്രോസിന് ചുറ്റും. അങ്ങനെയുള്ളതും സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുമന്ന് തടിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു പാക്കിട്ട് നമ്മുടെ സ്കിന്ന് ചൊറിഞ്ഞ് തടിക്കുകയാണെങ്കിലും പേടിക്കേണ്ട. ഐസ് ക്യൂബ് വെച്ച് നല്ലവണ്ണം ഉരച്ച് കൊടുത്താൽ മതി, അതങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ ഉപയോഗിക്കണം. നമ്മൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ ഉപയോഗിക്കും. ഒന്നും വേണ്ട, നമ്മൾ ശകലം വെളിച്ചെണ്ണ എടുത്ത് ആ ഭാഗത്തൊന്ന് നല്ലവണ്ണം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ തടിപ്പങ്ങ് മാറും. സെൻസിറ്റീവ് സ്കിന്നുകാർ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യരുത്, അലർജി ആയിരിക്കും. ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീംസ് ഒന്നും യൂസ് ചെയ്യരുത്, അതും അലർജി ആയിരിക്കും. അവർക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ച് തന്നെ നമ്മുടെ സ്കിന്ന് നമുക്ക് നല്ല ഭംഗിയായി നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ നമുക്ക് മേക്കപ്പ് വേണ്ട. എപ്പോഴും സൺസ്ക്രീൻ, ലോഷൻ ടൈപ്പുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ക്ലെൻസറൊക്കെ ഉപയോഗിക്കുമ്പം നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടത് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇതൊരു ചെറിയൊരു ഫേഷ്യൽ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല, അഥവാ പാർലറിൽ പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നുള്ളൊരു ഭയമുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നമുക്കിപ്പം ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം നല്ല രീതിയിൽ നമ്മുടെ ഫേസ് ഇരിക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാം. ആ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ. അപ്പം നമ്മളെപ്പോഴും ഒരു ഫേഷ്യൽ ചെയ്യുമ്പം, അതായത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ക്ലീൻ ചെയ്യുക, ഒരു ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ കടലമാവ് നമുക്ക് യൂസ് ചെയ്യാം. കടലമാവ് നമുക്ക് തേനോ പാലോ ഒക്കെ ഒഴിച്ച് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഒരു സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു സ്പൂണ് തേൻ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പം ഞാൻ ഒരു സ്പൂണ് തേനും കൂടെ എടുക്കുകയാണേ. ഒരു സ്പൂൺ തേനും കൂടെ എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. ഇതാണ് സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ള ക്ലെൻസർ. ഞാൻ തേനും കടലമാവും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തേനിന് പകരം നമുക്ക് കാച്ചാത്ത പാല് നമുക്ക് യൂസ് ചെയ്യാം. അതും നല്ലൊരു ക്ലെൻസറാണ്. ഇപ്പം ഞാൻ തേനാണ് എടുത്തത്. ഇത് നമ്മൾ മുഖത്ത് ചെറുതായിട്ട് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വളരെ സോഫ്റ്റായിട്ട് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുത്ത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം മുഖം. പാൽ ഇഷ്ടമുള്ളവർക്ക് പാൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ തേനാണ് യൂസ് ചെയ്തത്. അത് നല്ലവണ്ണം ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരുപാടിട്ട് അമർത്തിയൊന്നും മസാജ് ഒരിക്കലും ഈ സെൻസിറ്റീവ് സ്കിന്നുകാർ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ മുഖം തടിച്ച് നല്ലവണ്ണം ചുമന്നിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ മസാജ് കൊടുക്കരുത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് മസാജ് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി മാറ്റാം. കഴുത്തിലും കൂടെ കൊടുക്കണേ.
നമുക്ക് 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകാം. 2 മിനിറ്റായി, നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. മുഖം കഴുകി വന്നിട്ടുണ്ട്. കഴിയുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അമർത്തി തുടയ്ക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കുക ആകാവേ. അപ്പം നമ്മൾ മുഖം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് വേണ്ടത് നമുക്കൊരു സ്ക്രബാണ്. സ്ക്രബും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സ്ക്രബ് ചെയ്യാവൂ. നമ്മൾ അതും ഇതുപോലെ സോഫ്റ്റ് മസാജ് കൊടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം തടിച്ച് ചുമന്ന് കുരുക്കളൊക്കെ വന്ന് ആകെ വൃത്തികേടാവും. അത് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ്. ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയും അതുപോലെ തന്നെ തൈരും, അധികം പൊടിക്കാത്ത തൈരും ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൈരും, ഇതൊന്ന് കുഴയാൻ ആവശ്യമായ തൈര്. രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് തൈരും 1 ടീസ്പൂൺ അരിപ്പൊടിയുമാണ്. ഇതുകൊണ്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം, അമർത്തി സ്ക്രബ് ചെയ്യരുത്. വളരെ സോഫ്റ്റ് മസാജ് കൊടുക്കാവൂ, വളരെ ലൈറ്റായിട്ടുള്ള മസാജ്. നമുക്ക് സ്ക്രബിങ് തുടങ്ങിയാലോ? മുഖത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം താഴെ എല്ലാം നമുക്ക് തേക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് ഒരു 2 മിനിറ്റ് നേരം കൊടുത്തങ്ങ് മാറ്റണേ. ചെറിയൊരു മസാജ് ഹെഡ്സുള്ള ഭാഗത്ത് ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കി ഭാഗത്തെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മസാജ്. എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ മസാജ് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ കഴുത്തും കൂടെ മസാജ് കൊടുക്കണം. നമുക്ക് 2 മിനിറ്റ് മസാജ്, നമ്മൾ 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ സ്ക്രബ് ചെയ്തതിന് ശേഷം മുഖമെല്ലാം കഴുകി നല്ലോണം ഒപ്പി എടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ടോൺ ചെയ്യണം. അടുത്ത നമുക്ക് വേണ്ടുന്നത് ടോണറാണ്. നമുക്കൊന്ന് ഫേസ് നമുക്കൊന്ന് ടോൺ ചെയ്യണം. അതിനായിട്ട് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യണത് നമ്മളുടെ റോസ് വാട്ടറാണ്. നല്ലൊരു ടോണറാണ്. അപ്പം നമ്മൾ ദിവസവും ഇപ്പം നമ്മൾ സ്ക്രബൊക്കെ നമുക്ക് ആഴ്ചയ്ക്ക് ഒരിക്കൽ ചെയ്താൽ മതി. ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ മസ്റ്റായിട്ട് ദിവസവും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും മുഖം ടോൺ ചെയ്യണം. ടോൺ ചെയ്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണേ, ഒപ്പം സൺസ്ക്രീമും. ഈ പാക്കും ഞാൻ ഈ കാണിച്ചു തന്ന ഈ സ്ക്രബും എല്ലാം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് പോകാനും നമ്മുടെ മുഖം വൃത്തിയായിരിക്കാനുമാണ്. അത് ആഴ്ചയ്ക്ക് ഒരിക്കൽ ചെയ്താലും മതി. അപ്പോൾ ടോൺ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ടോൺ ചെയ്യണേ. നമ്മുടെ മുഖത്ത് റോസ് വാട്ടർ ഞാനൊരു കോട്ടണിലെടുത്തു. എടുത്തതിന് ശേഷം ഞാൻ മുഖത്ത് നല്ലവണ്ണം ഒന്ന് തുടയ്ക്കണേ. നമുക്ക് റോസ് വാട്ടർ ഇപ്പം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ തേങ്ങ പൊട്ടിക്കുന്ന വെള്ളമില്ലേ, തേങ്ങ വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ നല്ല ഒരു അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ടോണറാണ്, വളരെ എഫക്റ്റീവാണ്. മുഖത്തുള്ള പാടുകളെല്ലാം മാറും. അതും നല്ലൊരു ടോണറാണ്. അതും നമ്മളിതൊരു കോട്ടണിലെടുത്ത് ഒന്നിങ്ങനെ ഒന്ന് ടോൺ ചെയ്താലും മതി. അപ്പം ഞാൻ റോസ് വാട്ടർ ഉള്ളത് കൊണ്ട് റോസ് വാട്ടർ എടുത്ത് ഒന്ന് ടോൺ ചെയ്ത് നമ്മൾ മുഖം ഒരു 2 സെക്കൻഡ് നേരം നമ്മൾ മുഖം ഒന്ന് ഫ്രീ ആയിട്ട് ഇടയണേ. അതിന് ശേഷം നമുക്ക് ഒരു മസാജ് കൊടുക്കാം. ഇപ്പം നമ്മൾ മസാജ് ചെയ്തില്ലല്ലോ, അപ്പം നമുക്കൊരു മസാജ് കൊടുക്കണം. മസാജിങ്ങിനായി ഞാൻ ഇവിടെ നമ്മൾ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ നീരാണ്. ഇപ്പോൾ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ നീരെടുക്കാം, ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ നീരെടുക്കാം. അങ്ങനെ ഏത് ഫ്രൂട്ടിൻ്റെ ആയാലും അതിൻ്റെ ജ്യൂസ്. ഇപ്പോൾ ചില സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലർക്ക് ഓറഞ്ച് ചിലപ്പം പറ്റിയില്ല എന്ന് വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ആ ജ്യൂസ് എടുത്ത് അതിൻ്റെ ഇപ്പോൾ 1 സ്പൂൺ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് വേണം മസാജ് കൊടുക്കാനായിട്ട്. അങ്ങനെ മസാജ് കൊടുക്കുമ്പം നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുമ്പം നിങ്ങൾക്കത് ചിലപ്പം മസാജ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിലോ തടിപ്പോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് അതിന് യോജിച്ചതല്ല, അത് മാറ്റുക. അതിനുശേഷം ടൊമാറ്റോ ജ്യൂസ്, മിക്കവാറും ടൊമാറ്റോ ജ്യൂസ് പറ്റും. ടൊമാറ്റോ ജ്യൂസും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കുംബർ നമ്മൾ കറിക്കൊക്കെ അരിയുമ്പം അത് ഇങ്ങനെ പിഴിഞ്ഞ് നമുക്ക് അതിൻ്റെ നീരെടുക്കാം. അതും ഗ്ലിസറിനും കൂടെ യൂസ് ചെയ്താലും മതി. നല്ലൊരു ക്രീമാണിത്. ഫേഷ്യൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം.
ഇപ്പം ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ടൊമാറ്റോയുടെ നീരും ഗ്ലിസറിനും. ഞാൻ 1 സ്പൂൺ ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂണ് ഗ്ലിസറിന് ആഡ് ചെയ്യാം. ഗ്ലിസറിന് ആഡ് ചെയ്ത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാജ് കൊടുക്കാം. ഗ്ലിസറിനും ടൊമാറ്റോ ജ്യൂസും എടുത്തിട്ടുണ്ട്. നമുക്കിനി മസാജ് കൊടുക്കാം. ജസ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് ആയിരിക്കണേ. കണ്ട താഴെ എല്ലാം നമുക്ക് തേക്കാം. നമുക്കൊരു 5 മിനിറ്റ് മസാജ് കഴിഞ്ഞിട്ട് കാണാം. ഞാനൊരു ഏകദേശം ഒരു 7 മിനിറ്റ് നേരം മസാജ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ തുടച്ച് മാറ്റുകയോ കഴുകി കളയുകയോ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പാക്ക് വേണം. അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് വരാമേ. പാക്കിനായി ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ്. 1 ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാണ് അധികം പുളിയില്ലാത്ത തൈര് എടുക്കണമെന്ന് പറയണത്. 1 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ ഓയിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇപ്പം ചിലർക്ക് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം വല്ല തടിപ്പോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടാവണമെങ്കിലോ അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പം ഹണി 2-3 തുള്ളി ഹണി നമുക്ക് യൂസ് ചെയ്യാം. വൈറ്റമിൻ ഇ ഓയിലും നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഹണിയാണ് യൂസ് ചെയ്യണത്. ഒരു 3 തുള്ളി. ഒരു 3 തുള്ളി ഹണിയും കൂടെ യൂസ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പുരട്ടി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കങ്ങ് മാറ്റാം. നമുക്ക് പാക്ക് ഇടാമേ. ഏത് പാക്ക് ഇടുമ്പോഴും കഴുത്തിൽ കൂടെ നമുക്ക് പാക്ക് യൂസ് ചെയ്യണം. അപ്പം നമുക്കിതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർ ഏത് പാക്ക് ഉപയോഗിച്ചാലും ഉണങ്ങി പിടിക്കുന്നത് വരെ ഇരിക്കരുത്. അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങുമ്പോൾ നമുക്കങ്ങ് വാഷ് ചെയ്ത് മാറ്റണേ. അപ്പം നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ടൊരു മസാജ് കൊടുത്ത് നമുക്കിതിനെ അങ്ങ് മാറ്റാമേ. ഞാൻ കഴുകിയിട്ട് വരാം. ഞാൻ മുഖമെല്ലാം കഴുകി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും റോസ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഒന്ന് ടോൺ ചെയ്യണേ. റോസ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ മുഖം ഒന്ന് ടോൺ ചെയ്തു. അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യണം. അപ്പം നമുക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നല്ലൊരു മോയ്സ്ചറൈസർ നമുക്ക് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ലോഷൻ ടൈപ്പുള്ള മോയ്സ്ചറൈസറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കടയിൽ നിന്നും വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലും നമ്മളുടെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് ഒരു മോയ്സ്ചറൈസർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ക്ലീൻ ബൗൾ എടുക്കുക. അതിൽ അലോവേറ ജെല്ലാണ്, പ്ലെയിൻ അലോവേറ ജെല്ല് പ്ലെയിനാണ്. അത് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് 1 സ്പൂൺ അലോവേറ ജെല്ല്, 1 ടീസ്പൂണാണ് അലോവേറ ജെല്ല് എടുത്തപ്പോൾ നമുക്ക് ഒത്തിരി വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയ ശേഷം നമ്മൾ സെൻസിറ്റീവ് സ്കിന്നുകാരല്ലേ, അപ്പോൾ നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിലോ പുകച്ചിലോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ മോയ്സ്ചറൈസർ വേണ്ട. പക്ഷേ അത് കുഴപ്പമില്ല. ഓയിൽ ബേസ്ഡ് മോയ്സ്ചറൈസർ നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുണ്ടാക്കാം. കുറച്ച് അലോവേറ ജെല്ല് എടുത്തിട്ട് അതിലൊരു 3-4 തുള്ളി കോക്കനട്ട് ഓയിൽ അതും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലൊരു ക്രീം പോലെ ആക്കണം. അതിനെ മിക്സ് ചെയ്ത്
നല്ലൊരു ക്രീം പോലെ ആയി, ജെല്ലി പോലെ. ഇതാണ് നമ്മളുടെ മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസറിനെ നമ്മളൊരു കുറച്ചെടുത്ത് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് നല്ലവണ്ണം ഒന്ന് എല്ലാ ഭാഗത്തോട്ടും നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പുറത്തോട്ട് പോയാലും പകൽ സമയമാണെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. ഫേസിൽ ലൈറ്റായിട്ടെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീം മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കണം. ഇങ്ങനെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആ സ്കിന്ന് നമുക്ക് നല്ല സോഫ്റ്റും നല്ല സുന്ദരവുമായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് സെൻസിറ്റീവ് സ്കിന്നുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ. മസ്റ്റായിട്ട് നിങ്ങൾ ടോൺ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ മോയ്സ്ചറൈസറും യൂസ് ചെയ്തിരിക്കണം. പിന്നെ ഈ പാക്കും നമ്മുടെ ഈ സ്ക്രബും ഒക്കെ നമുക്ക് ആഴ്ചയ്ക്ക് ഒരു ദിവസം നമുക്ക് യൂസ് ചെയ്താൽ മതിയേ. അതുപോലെ തന്നെ നല്ലൊരു പാക്കാണ് പഴം, നേത്രപ്പഴം. നല്ല പഴുത്ത നേത്രപ്പഴം ഉണ്ടെങ്കിൽ ഏത്തമ്പഴം അത് നല്ലവണ്ണം മിക്സിയിൽ വെച്ച് അടിച്ചതിന് ശേഷം അതിൽ 2-3 തുള്ളി തേന് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുന്ന അതും നല്ലൊരു പാക്കാണ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക്. പക്ഷേ അത് ഉണങ്ങി പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ മുഖം തടിക്കും, നല്ലവണ്ണം തടിച്ച് വരും നമ്മളത് മാറ്റുമ്പം. അത് ഒരു 10 മിനിറ്റ് കഴിയുമ്പം തന്നെ നമുക്കങ്ങ് ആ പാക്ക് മാറ്റണം. അപ്പം ഏറ്റവും നല്ല പാക്ക് എന്ന് പറയുന്നത് തൈരാണ്. തൈരും തേനുമോ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടുന്ന, നമുക്കതൊന്നും പേടിക്കേണ്ട. തൈരാണെങ്കിൽ പുളിയില്ലാത്ത തൈര്, അതാകുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. സ്കിന്ന് തടിക്കില്ല, ചൊറിയില്ല, ഒരു അലർജിയും ഇല്ല. നല്ലൊരു പാക്കാണ്. അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറുമാണ് ഇത്. ഈ മോയ്സ്ചറൈസർ നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണോ ആണെങ്കിൽ മാത്രം കുറച്ചധികം ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അത് യൂസ് ചെയ്യാം. അപ്പം സ്കിന്ന് ടോണും ചെയ്യണം. സെൻസിറ്റീവ് സ്കിന്നുകാർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നമ്മൾ പുറത്ത് പോവുകയോ ഇല്ലയോ എങ്കിലും പകൽ സമയങ്ങളിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് മുഖത്ത് യൂസ് ചെയ്യണം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.